ഓക്കെ, ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അധികം ടൈം എടുക്കില്ല, റെഡിയല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വിലപ്പെട്ട പ്രോഗ്രാമിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് സമയം നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോടും തിരൂരുമൊക്കെയുള്ള ചില ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? മയക്കുമരുന്നിന്, ലഹരി വസ്തുക്കൾക്ക് കഴിയപ്പോ കണ്ട ചില കാഴ്ചകൾ വളരെ മനോഹരമായി. SSLCക്ക് പഠിച്ചിരുന്ന മക്കൾ, നല്ല മാർക്കോടുകൂടി +1 അഡ്മിഷൻ കിട്ടിയ മക്കൾ, ചിലരൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, അവര് നന്നായി പഠിച്ചിരുന്നവരാണ്. ഇതേപോലെ ക്ലാസ്സിലും പ്രോഗ്രാമിലൊക്കെ മനോഹരമായി പങ്കെടുത്തിരുന്നവരാണ്. പക്ഷെ ഇന്ന് അവര് ചങ്ങലക്കിടപ്പെട്ട രീതിയിൽ 2 കാലിലും കൈകളിലും ചങ്ങലയാണ്. ഈ രംഗം കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. 18 വയസ്സുള്ള ചുറുചുറുക്കുള്ള ഒരു ആൺകുട്ടി, 17 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി, അവര് രണ്ടുപേരെയും ചങ്ങലക്കെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു, ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. വീട്ടിൽ നിന്ന് അമ്മ ചില കാര്യങ്ങൾക്ക് വഴക്ക് പറഞ്ഞു. ആവശ്യം വന്നപ്പോ ഒരു സ്വർഗത്തിലെത്തിയ അനുഭൂതി, പ്രതീതി എനിക്ക് ലഭിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഇതേ സമയം വന്നപ്പോ ആ പൊടി അവന് വീണ്ടും കിട്ടണം. അവന്റെ കയ്യിൽ കാശില്ല. എങ്ങനെയൊക്കെയോ കാശ് സംഘടിപ്പിച്ച് ആ പൊടി വീണ്ടും വാങ്ങി 15 ദിവസം തുടർച്ചയായി ഇതേ പൊടി കഴിച്ചു. അപ്പോഴേക്കും അവന്റെ മനസ്സ് മാറി. അവൻ ഒരു തരം ഭ്രാന്ത് വരാൻ തുടങ്ങി. ഒരു തരം അവന്റെ സ്വഭാവമാകെ മാറി. അലമുറയിടാനും ശബ്ദിക്കാനും സ്വന്തം അമ്മയുമായി ചണ്ട കൂടാനും ഒക്കെ തുടങ്ങി. എങ്ങനെയെങ്കിലും കാശ് കിട്ടണം. സ്വന്തം വീട്ടിലെ അനിയത്തി കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് അവൻ ഓടി. അച്ഛനും അമ്മയും പിന്നാലെ കൂടി അവനെ പിടിച്ച്, സ്വന്തം അച്ഛനും അമ്മയും ഈ SSLCക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പോലീസുകാർ അവനെ കൈകാര്യം ചെയ്തു. അവന്റെ കമ്പനി ജീവിതം ആകെ മാറി. ഉണ്ടായത്, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് തെറ്റായ വഴി സ്വീകരിച്ചു. അത് എന്തിന്റെ വഴിയായിരുന്നു? ഏതിന്റെ വഴിയായിരുന്നു? ലഹരിയുടെ വഴി. ലഹരിയുടെ വഴി ഒരു അവസ്ഥയുണ്ടാകും ഇത്തരം അബദ്ധത്തിൽ നമ്മൾ ചെന്ന് ചാടിയാൽ. ഇനിയിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പുതിയ ക്യാമ്പസിലേക്ക് ചെല്ലും. ചിലപ്പോ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അതിൽ നല്ലവരും ചീത്തയുണ്ടാവാം. എല്ലാവരും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില ചീത്ത ഫ്രണ്ട്സ് നിങ്ങളൊരിക്കൽ വന്നിട്ട് അനാവശ്യമായ ഫ്രണ്ട്ഷിപ്പ് കൂടും. ബോയ്സിനെ മാത്രമല്ല, ഗേൾസിനോടും. എന്നിട്ട് പുതിയ പലതും നമ്മളൊരു ടേസ്റ്റ് നോക്കാൻ പറയും. അത്തരം സന്ദർഭത്തിൽ, അത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കളെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ഓർത്തുകൊണ്ട്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഉറക്കെ പറയണം ലഹരിക്കെതിരെ. എന്താണ് ആ വാക്ക്? എന്താ പറയുക? ഒന്നിച്ചിട്ട് പറഞ്ഞേ, നോ. ഒന്നിച്ചിട്ട് പറഞ്ഞേ, നോ. No! 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 എനിക്കത് വേണ്ട. ഉച്ചത്ത് പറയൂ, എനിക്കത് വേണ്ട. കയ്യിൽ നിന്ന് ഉയർത്തി പിടിച്ച് എല്ലാവരും കയ്യിൽ നിന്ന് വലത് കൈ, റൈറ്റ് ഹാൻഡ്, യെസ്, റൈറ്റ് യുവർ ഹാൻഡ്. ഓക്കെ, വലത് കൈ പിടിക്കാം. എനിക്കത് വേണ്ട. നോ, എനിക്കത് വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, ജീവിതമാണ് ലഹരി. അച്ഛന്റെ കൂടെ, അമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ലഭിക്കുന്ന ലഹരി ഒരു സിന്തറ്റിക് ഡ്രഗ്സിനും ലഭിക്കയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും അങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സംഗതികൾ നമ്മൾ മനസ്സിലാക്കുക. അത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ്. പ്ലീസ് സർ. യെസ്, എല്ലാവരും ഓക്കെ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് ലഹരി എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും
ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർത്തുന്നതിനായി ഞാൻ പ്രയത്നിക്കും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.